വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പാപ്പൻ ദാസേട്ടനെയാണ്. ദാസേട്ടനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ മലയാളികൾക്ക് ആനയോടുള്ള പ്രേമത്തെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു ആവശ്യകതയുമില്ല. അപ്പോൾ നമ്മുടെ മലയാളികൾക്കുള്ള ആനപ്രേമത്തെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ച നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട പാപ്പാൻ ദാസേട്ടനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം ദാസേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓക്കെ. അപ്പോൾ എത്ര നാളായി ഈ ആന സേവന രംഗത്ത് നിൽക്കുന്നത്? ഞാൻ ആനയുടെ തളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായി. ഓക്കെ. ഇപ്പം നിലവിൽ ഇപ്പോൾ എത്ര ആനകൾ തളച്ചിട്ടുണ്ടാവും? ഞാൻ ഒട്ടുമിക്ക ആനകളെയും തളച്ചിട്ടുണ്ട്. എണ്ണം പറയാന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മലയാളികൾക്ക് അറിയുന്ന 2 ആനകളുടെ പേരൊന്നും പറയാൻ പറ്റുമോ? ഒരെണ്ണം കർണൻ. കർണൻ ഞാൻ ഒരുപാട് നാള് കൊണ്ടുനടന്നതാണ്. പിന്നെ പാമ്പാടി രാജൻ. പാമ്പാടി രാജനെ തളച്ചിട്ടുണ്ട്. ഫേമസ് ആയ 2 ആനകളെയും നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ട്. ശരി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ദാസേട്ടന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയാൻ പറ്റുമോ താങ്കളുടെ ഈ ജീവിതത്തിൽ, ഈ ആനകളുടെ ഇടപെടലിൽ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ശബരിമല യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ശബരിമല യാത്രയിൽ ഞങ്ങൾ കാടിനുള്ളിൽ നടന്നാണ് പോകുന്നത്. അപ്പോൾ അയ്യപ്പൻ റോഡ് എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്ക് വന്നിരിക്കുകയാണ്. ഭയങ്കര തിരക്ക്. അപ്പോൾ പോലീസുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആളെല്ലാം ചൈന പറ്റിയാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ അറിയണമല്ലോ. നമ്മൾ എല്ലാ ഉത്സവപ്പറമ്പിലൊക്കെ നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മൾ അറിയണം, ദാസേട്ടാ ഞങ്ങൾ പോകേണ്ട ആനയാണ്, കാട്ടാനയാണ്, നിങ്ങൾ നോക്കണ ആനയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നെ വിടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വഴക്കാതെ ഫ്രണ്ടിലേക്ക് തന്നെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ആന ബ്ലോക്ക് ചെയ്തേക്കാണ് റോഡ്. ഒരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് വേഗം മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി അവിടെ നിന്നൊരു വടി ഒടിച്ച് ഇങ്ങനെ അവനെ കണ്ണിലേക്ക് നോക്കി ഞാൻ നിന്ന് കുറച്ച് നേരം. അപ്പോൾ അവന് എന്നെ മനസ്സിലായി പെട്ടെന്ന്. ഞാൻ സ്ഥിരം കാണുന്ന ആനയാണ്, കബാലിയായിരുന്നു. അത് കബാലി നമ്മൾ ഈ വാൽപ്പാറ റൂട്ടിൽ പോകുമ്പോൾ കാണുന്നതാണ്, അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വടി പിടിച്ചിട്ട് എടാ മറിയാ പോടാ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിക്കാൻ ചെന്ന്. അപ്പോൾ അവൻ്റെ തുമ്പിക്കൈ ആ കൊമ്പും ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ നമസ്കരിച്ചിട്ട് അവൻ ആ കാട്ടിലേക്ക് കയറിപ്പോയി. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അവാർഡ് കിട്ടിയത്. ആണല്ലേ, അത് ഒരു വല്ലാത്തൊരു അനുഭവം. ഭയങ്കര പേടിയാണ്, ആനകൾക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര പേടിയാണ്.